നമ്മൾ സാധാരണ ഒരു ബുദ്ധിയില്ലാതെ ഒരു പരിപാടി ഒരാൾ ചെയ്യുമ്പോൾ നമ്മൾ ചോദിക്കാറുണ്ട്, ചോറ് കഴിക്കുന്ന ബുദ്ധിയില്ലേ, ചോറ് കഴിക്കുന്ന ബുദ്ധിയില്ലേ. അപ്പോൾ അതുപോലെ ചില വീഡിയോ നമ്മൾ കാണുമ്പോൾ വയനാട് ഈ സമയത്ത് പോവുക, രക്ഷാപ്രവർത്തനത്തിന് പോകുന്നവർ വേറെ, അത് അവർ പോലും പറയുന്നത് ഇപ്പോൾ നിങ്ങൾ രക്ഷാപ്രവർത്തനത്തിന് ഇങ്ങോട്ട് വരേണ്ട, ഇവിടെ ആളുണ്ട്, കാരണം ഇനി ഉരുൾ പൊട്ടുമോ, ഇനി എന്ത് സംഭവിക്കുന്ന ആർക്കും അറിയില്ല. നമുക്കറിയാം, ഒരുപാട് വീഡിയോകൾ നമ്മൾ കണ്ടു. അപ്പോൾ അതിലൊരു വ്യക്തി ഒരേ വീഡിയോ കണ്ട, ആ ചേച്ചിയുടെ വീഡിയോ, അതുപോലെ ഒരുപാട് ആളുകൾ അവർ ഇത് പറയുന്നത്, അവസ്ഥകൾ പറയുന്നത്, വിവരിക്കുന്ന വീഡിയോ, ഒരുപാട് വീഡിയോസ് നമ്മളെല്ലാവരും ഇപ്പോൾ ആ വീഡിയോ, അങ്ങനത്തെ വീഡിയോ മാത്രം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ അതിലൊരു വ്യക്തി പറഞ്ഞത്, എൻ്റെ വീട് ഒരിക്കലും വെള്ളത്തിൽ പോകില്ല ഞാൻ വിചാരിച്ചത്. കാരണം എന്താ വെച്ചാൽ എൻ്റെ ഏറ്റവും കൂടുതൽ ലൈറ്റിൽ നല്ല തറയിട്ട് പൊന്തിച്ച് ബെൽറ്റൊക്കെ ആക്കി ഒരുപാട് പൊക്കിയിട്ടാണ് വീട് വെച്ചത്. അതുകൊണ്ട് അതൊന്നും സംഭവിക്കില്ല എന്നാണ് ഞാൻ വിചാരിച്ചത്. മൊത്തം പ്രദേശം പോയാലും എൻ്റെ വീട് കുറേ മുകളിലാണല്ലോ, അപ്പോൾ വെള്ളമൊന്നും കയറില്ല, പേടിക്കേണ്ടതെന്ന് വിചാരിച്ചത്. പക്ഷെ അവിടെ പോലും വെള്ളം കയറി എന്ന് അദ്ദേഹം പറഞ്ഞൊരു ഭയങ്കരമായ വീഡിയോ നമ്മൾ കണ്ടു. അതുപോലെ ആ ചേച്ചിയുടെ വീഡിയോ, ആനൻ്റെ അടുത്ത് പോയിട്ടും രക്ഷപ്പെട്ടു എന്നൊക്കെ പറയുന്നത് വീഡിയോസൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ ഇപ്പോൾ ഞാൻ പറഞ്ഞത് ഇതൊക്കെ ശരിയാണ്, ഒരുപാട് പ്രയാസങ്ങളുണ്ട്. അവരെ സമാധാനിപ്പിക്കേണ്ട ഒരു വാക്ക് പോലും നമുക്ക് പറയാനില്ല. കാരണം പിന്നെ മക്കളെ നഷ്ടപ്പെട്ട, ഒരു കുടുംബം നഷ്ടപ്പെട്ട്, സ്ഥലം നഷ്ടപ്പെട്ട്, വീടും വാഹനവും സ്ഥലവും എല്ലാം നഷ്ടപ്പെട്ടവരോട് നമ്മൾ എന്തൊരു സമാധാനത്തിൻ്റെ വാക്കാണ് അവർ പറഞ്ഞു കൊടുക്കേണ്ടത്. നമുക്കറിയാത്തൊരവസ്ഥയിൽ നമ്മൾ നിൽക്കുന്നത്. പക്ഷേ ഇപ്പോൾ നമുക്ക് പറയാനുള്ളത്, വീഡിയോ കാണുന്നവരോട് നിങ്ങൾ അവിടേക്ക് അങ്ങനെയുള്ള സ്ഥലത്തേക്ക് പോയി പെടരുത്. വീണ്ടും ഫാമിലിയൊക്കെ ആയിട്ട് അവിടെ പോകുന്ന ആളുകൾ ചോദിക്കുന്ന ബുദ്ധികൾ കാണിക്കണം. ഇപ്പോൾ ഈ സമയത്ത് പോകരുത്, പോകാം, നമ്മളൊക്കെ അവിടെ പോകുന്ന ആളുകളാണ്, പല സ്ഥലത്തും പല ടൂറൊക്കെ നമ്മൾ പോകുന്നുണ്ട്. ഫാമിലി ആയിട്ടൊക്കെ ഒരു ടൂർ നല്ലതാണ്. പക്ഷേ ഈ സമയത്ത് രക്ഷാപ്രവർത്തനത്തിൻ്റെ പോലും നമ്മൾ ഇങ്ങനെ അങ്ങും ഇങ്ങൊന്നും ഒരേ ഭാഗത്തുനിന്ന് ആളുകൾ പോകേണ്ട ആവശ്യമില്ല. അതുപോലെ കുട്ടികളൊക്കെ കൂട്ടി ഫാമിലിയൊക്കെ ആയിട്ട് അവിടെ അങ്ങനെയുള്ള അവസ്ഥ കാണാൻ വേണ്ടിയിട്ട് പോകുന്ന ആളുകളുണ്ട്. അങ്ങനെയൊന്നും പോകരുത്. പലരും പറയുന്നു അങ്ങനത്തെ ആളുകൾ കുറേ വന്നിട്ടുണ്ട്. അവിടെ ചിലപ്പോൾ അവർ പിടിച്ച് തച്ചുകളയും കാണാൻ വന്നതെന്ന് വരാം. അപ്പോൾ ശ്രദ്ധിക്കുക, അങ്ങനെയൊക്കെ പോകുന്ന ആളുകൾ. ഇപ്പോൾ ഈ സമയത്ത് പോകണ്ട, കുറച്ച് കഴിയട്ടെ, സമാധാനപ്പെടുക.